ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എൻ കെ. പുതിയൊരു ചൈനീസ് ത്രില്ലർ സിനിമ കണ്ടു, എ പ്ലേസ് കോൾഡ് സൈലൻസ്. ഈ സിനിമയെ പറ്റി അധികമൊന്നും പറയാനില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. ഇനി ഇതിൻ്റെ സ്പോയിലേഴ്സൊക്കെ കൂടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനും ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാമെന്ന് വെച്ചു. നമ്മുടെ മലയാളത്തിൽ തന്നെ എക്കാലത്തെ മികച്ചൊരു ത്രില്ലർ ചിത്രമാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ട് വന്ന ദൃശ്യം. ഈ ഒരു സിനിമ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഒരുപാട് മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോളിവുഡിലേക്കും റീമേക്ക് ചെയ്ത് പോകാൻ പോവാണ്. ഈ ഒരു സിനിമയെ ഒഫീഷ്യലായിട്ട് ചൈനീസിലേക്ക് റീമേക്ക് ചെയ്ത ഡയറക്ടറാണ് സാം കു. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ തന്നെയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞ ശരിക്ക് നിങ്ങൾ ദൃശ്യത്തിൻ്റെ ചൈനീസ് റീമേക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ മറ്റ് ദൃശ്യങ്ങൾ നമ്മുടെ ഈ ഒരു മലയാളം ദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ സിനിമയ്ക്ക് വന്നാൽ ഒരു വെടിച്ചില്ല് ത്രില്ലർ പടം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സിനിമ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോളേജിൽ നിന്ന് കുറച്ച് പിള്ളേർ മിസ്സാകുന്നു, കുറച്ച് പെൺകുട്ടികൾ മിസ്സായിട്ട് അവരൊരാൾ പിടിച്ച് കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ട്വിസ്റ്റുകളൊരു ഘോഷയാത്ര എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ ഒരു പടം പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഒരുപാട് പേര് സംശയങ്ങൾ തോന്നും. ആദ്യം നമ്മൾ ഈ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ടോട്ടലായിട്ട് നമ്മളെ പെരുപ്പിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നവരെ എടുത്തു പറയണം. കാരണം ഇതിലൊരു പ്രത്യേകത ഒരു മ്യൂസിക് വരുന്നുണ്ട് ക്ലൈമാക്സിലൊക്കെ. അത് ഗംഭീര സാധനമായിരുന്നു. അതൊക്കെ പടത്തിൽ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നന്നായി തന്നെ അവരുടെ റോളൊക്കെ ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു പടം സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സിനിമ പറഞ്ഞു പോകാമെന്നുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയാൽ ഇത്രത്തോളം ഈ ഒരു എഫക്റ്റ് ഈ ഒരു പടത്തിന് കിട്ടില്ല. ജസ്റ്റ് ഒരു റിവെഞ്ച് സ്റ്റോറിയോ ആ രീതിക്കായിരിക്കുള്ളൂ ഈ ഒരു പടം പോവുക. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ റിവെഞ്ച് സ്റ്റോറി എന്ന് പറയാം, മിസ്റ്ററി, ത്രില്ലർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു പോവാം. അതൊരു ലെവല് പടം. പിന്നെ പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം നടക്കുന്നത് 2006 സോ ആ ഒരു വർഷത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ സിനിമക്ക് തികച്ചും നല്ല രീതിക്ക് തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കിംഗ് ക്വാളിറ്റിയും തീർച്ചയായിട്ടും ടോപ്പ് നോച്ച് തന്നെയാണ്. അതുപോലെ ഈ ഒരു സിനിമയിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. അതും ഈ ഒരു സിനിമേനെ വീണ്ടും മുകളിലേക്ക് എത്തിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഈ ഒരു വർഷം, ഈ ഒരു 2024 കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ചൊരു ത്രില്ലർ അനുഭവം എനിക്ക് തന്നൊരു ചിത്രം എന്ന് വെച്ചാൽ എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൈനീസ് ത്രില്ലറിന് തന്നെയാണ്. സോ കാണാത്തൊരു മസ്റ്റായിട്ട് കാണാം. എനിക്ക് ഉറപ്പാണ് കാണാത്തവർ തന്നെ ആയിരിക്കും കൂടുതൽ. സോ മസ്റ്റായിട്ട് പോയി കാണാം. സോ അത്ര തന്നെ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളിങ്ങനെ സിനിമയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണ്. സോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നമുക്ക് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ.